സോഷ്യൽ മീഡിയയിലുള്ളവർക്കും ചാനലുകൾക്കും ഇതൊരു വാർത്ത മാത്രമാണ്. വാർത്തകളെ സമ്പൂർണ്ണമായും വിശ്വസിക്കുക എന്നൊരർത്ഥം അതിലില്ല. ഈ ചാനലിൽ നിങ്ങൾ വീഡിയോ കാണുന്നത് എൻ്റെ വ്യൂ പോയിൻറ്റ്സ് ആണ് നിങ്ങൾ കാണുന്നത്. നിങ്ങളിടുന്ന കമൻ്റാണ് നിങ്ങളുടെ വ്യൂ പോയിൻറ്റ്. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടലിൻ്റെ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇതിനോട് സമാന്തരമായ ഒരു പ്രകൃതി ദുരന്തം കർണാടകയിൽ നടന്നു. കുറച്ച് നാളുകൾ നമ്മൾ അതിൻ്റെ പിന്നിലായിരുന്നു. ഇന്ന് വയനാട്ടിൽ, നമ്മുടെ കേരളത്തിലും ഇതുപോലൊരു കാര്യം സംഭവിച്ചിരിക്കുകയാണ്. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കിൽ അവിടുത്തെ ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും എല്ലാം സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് ആ ഒരു ദുരന്തത്തിൽ ആൾക്കാർക്ക് ഉണ്ടായ നഷ്ടത്തെ വെച്ച് മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു വീഡിയോ അല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാകും എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അധികം ലാഗടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ഈ വീഡിയോ നമ്മളുടെ സ്ഥിരം വരുന്ന പോലത്തെ ഒരു വീഡിയോ അല്ല. ഇതിനകത്ത് ഫൺ എലമെൻറ്റ് വളരെ കുറവായിരിക്കും എന്നല്ല, ഇല്ല എന്ന് തന്നെ പറയാം. നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനാൽ തന്നെ ഈ വീഡിയോ ഇഴഞ്ഞു നീങ്ങുന്നതായി നിങ്ങൾക്ക് തോന്നിയേക്കാം. വയനാട്ടിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായി. നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായി, നിരവധി ആളുകൾക്ക് പരിക്കുകളോടെ ആശുപത്രിയിലായി, നിരവധി ആളുകൾക്ക് അവർ രക്ഷപ്പെട്ടു, എന്നാൽ അവർക്ക് വേണ്ടപ്പെട്ടവർ പലരും മിസ്സായി. അപ്പോൾ ഈ ഒരു അവസ്ഥ വളരെ വിഷമം നിറഞ്ഞൊരവസ്ഥയാണ്. അതായത് നമ്മളുടെ പ്രിയ സുഹൃത്തുക്കളും നമ്മളുടെ സഹോദരങ്ങളും നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നമ്മളുടെ കൺമുന്നിലൂടെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു വേദനയായിരിക്കില്ല. ഇന്ന് 24 ന്യൂസിൽ ഞാൻ ഈ ന്യൂസ് കണ്ടപ്പോഴത്തേനും പല കുടുംബങ്ങൾക്ക് മുമ്പിലേക്കും ഈ 24 ന്യൂസിലെയും ഏഷ്യാനെറ്റ് ന്യൂസിലെയും മുൻനിര ചാനലുകളിലെ എല്ലാം റിപ്പോർട്ടർമാർ മൈക്കും കൊണ്ട് ചെല്ലുകയും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയും ചില ആളുകൾ അവർക്കുണ്ടായ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ ഇടുന്നില്ല, കാരണം ആ ഒരു സാധനം മാർക്കറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിരുന്നു, അതൊന്നും പബ്ലിഷ് ചെയ്യുന്നില്ല. നമ്മൾ ആ ഒരു കണ്ടൻറ്റിൽ കൂടി കടന്നു പോവുകയാണ്. കുറച്ച് ദിവസങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയും മുൻനിര വാർത്താ മാധ്യമങ്ങളും എല്ലാം കർണാടകയിലായിരുന്നു. ഇന്ന് കർണാടകയിൽ നിന്നും ശ്രദ്ധ നേരെ നമ്മുടെ കേരളത്തിലേക്ക്, നമ്മുടെ വയനാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിനകത്ത് ഈ അട്ടമല, ചൂരമല എന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ താമസിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്, എനിക്കറിയാവുന്ന സ്ഥലങ്ങളാണ്, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ താമസിച്ചിട്ടുള്ളതാണ്. അവിടെയുള്ള സഹോദരങ്ങൾക്ക് പലതും നഷ്ടമായി. അവരുടെ വീടുകൾ നഷ്ടമായി, പല ജീവനുകൾ നഷ്ടമായി, പലതും നഷ്ടമായി. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയയിലുള്ളവർക്കും ചാനലുകൾക്കും ഇതൊരു വാർത്ത മാത്രമാണ്. കർണാടകയിൽ സംഭവിച്ചപ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ പിന്നാലെ ഓടി. ഇന്ന് വയനാട്ടിൽ ഇത് സംഭവിക്കുമ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ പിന്നാലെ ഓടുന്നു. നാളെ ഇത് നിങ്ങൾക്കും എനിക്കും സംഭവിക്കാം. ഇത് ആർക്കും സംഭവിച്ചുകൂടാത്ത ഒന്നല്ല. ഈ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം എന്നൊക്കെ പറയുന്നത് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ഒരു വിഷമവും വേദനയും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കിരുന്ന് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം എന്ന് ഘോരം പ്രസംഗിക്കാൻ സാധിക്കും. എന്നാൽ അതിൻ്റെ ശരിയായ വേദന നമ്മൾക്കറിയാൻ സാധിക്കില്ല. പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സുനാമി, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, മേഘവിസ്ഫോടനം. ഈ മേഘവിസ്ഫോടനം എന്താണെന്ന് പലർക്കും അറിയില്ലായിരിക്കും. അത് ഞാൻ ഇവിടെ കൊടുക്കാം, എന്താണ് ഈ മേഘവിസ്ഫോടനം എന്നുള്ളത്. അതായത് അളവിലധികമായി ഒരു നിശ്ചിത അളവ് ഗവൺമെൻറ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അളവിൽ അമിതമായി മഴ പെയ്യുകയും അതുമൂലം ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളെയാണ് ഈ മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പല ദുരന്തങ്ങളും നമുക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും, പലരും പലതവണയും പറയുന്നതാണെങ്കിലും നമ്മൾക്കെല്ലാവർക്കും അറിയാം ഇതിനുള്ള കാരണം നമ്മൾ മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെയാണ്. ഈ ഉരുൾപൊട്ടിയതിന് പല കാരണങ്ങൾ പറയപ്പെടുന്നു. അതിൽ പ്രധാനമായും പറയപ്പെടുന്നൊരു കാരണം കൽക്വാറികളും എല്ലാം കൊണ്ടുവന്ന് ചില മുതലാളിമാർ ആവാം. അവിടുത്തെ മണൽ മാന്തുന്നു. ഈ ഒരു മലയുടെ അടിസ്ഥാനം വരെ തോണ്ടിയത് മൂലമാണ് ഈ മല നിലം പതിച്ചത് എന്നൊരു വാദവുമുണ്ട്. ഇതിൻ്റെ ശരിയായ അവസ്ഥ നമുക്കറിയില്ല, കാരണം ഇത്രയും നാൾ നമ്മളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയിട്ടില്ല, നമ്മളാരും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. ഇതൊരു ആരോപണം മാത്രമായി തന്നെ ഇരിക്കട്ടെ. എന്നിരുന്നാലും നമ്മൾ മനുഷ്യർ പ്രകൃതിയെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നത് വളരെ കൂടുതലാണ്. നിങ്ങൾ സ്വയമേ ആലോചിച്ച് നോക്കൂ, കൂടുതലല്ലേ?
ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലിനും പ്രകൃതി ദുരന്തങ്ങൾക്കും ഒരു കാരണം തീർച്ചയായും ഉണ്ടാവും. അതിന് ഒന്നുകിൽ അമിതമായ മഴയാവാം, അല്ലെങ്കിൽ മനുഷ്യൻ വരുത്തിവെച്ച എന്തെങ്കിലും കാര്യങ്ങളുടെ പ്രതിഫലനമാകാം. നമ്മൾക്ക് വളരെ ചെറുതായി കേരളത്തിൻ്റെ ഒരു കാഴ്ചയിൽ നിന്ന് തന്നെ നമുക്കിതിനൊരു മൂല്യനിർണ്ണയം നടത്താം. 2010 നടത്തിയൊരു പഠനം പറയുന്നത് കേരളത്തിൽ 14.4% ഉരുൾപൊട്ടൽ നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് എന്നുള്ളതാണ്. ഈ ഉരുൾപൊട്ടൽ നടക്കാൻ എല്ലാത്തിനും മനുഷ്യനെ കുറ്റം പറയാൻ പറ്റില്ല. മനുഷ്യൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലാതെ അവിടുത്തെ മണ്ണിൻ്റെ നേച്ചർ, അവിടുത്തെ പാറകളുടെ ഒരു നേച്ചർ, ഇതെല്ലാം അതിനൊരു കാരണമാകുന്നുണ്ട്. ഇത്തരത്തിൽ പ്രകൃതി ദുരന്തങ്ങളും മറ്റ് അപകടങ്ങളും, എന്ത് തരത്തിലുള്ള അപകടങ്ങൾ നടന്നാലും മലയാളികൾ അവിടെ സഹായിക്കാനായി സന്നദ്ധ മനസ്സോടെ മുൻപിൽ കാണും. എന്നാൽ എല്ലാവരും അങ്ങനെ ഒരു സഹായ മനസ്സുള്ളവരാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ആ ഒരു സാഹചര്യത്തെ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയകളിൽ ലൈക്കും ഷെയറും കിട്ടാനും വാർത്തകൾ എൻ്റെ ചാനൽ ടോപ്പിലേക്ക് കൊണ്ടുപോകണം എന്ന ലക്ഷ്യത്തിൽ മാത്രം വർക്ക് ചെയ്യുന്നവരുമുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നൊരു വാദം ഞാൻ മുൻപോട്ട് വെക്കുന്നില്ല. ഇത്തരത്തിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അമിതമായി മഴ പെയ്യുമ്പോൾ, നോർമലി മഴയുടെ ശക്തി കൂടുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. നമ്മൾ മനുഷ്യരാണല്ലോ, നമുക്കതൊക്കെ തിരിച്ചറിയാനുള്ള ബോധമുണ്ടെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ മഴയത്ത് ബൈക്കിൽ അമിത വേഗത്തിലുള്ള യാത്ര ഒഴിവാക്കുക. കാരണം ഉന്നത തല ഉദ്യോഗസ്ഥർ പറയുന്ന പോലെ നിങ്ങൾ യാത്ര ചെയ്യരുത് എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം ഇവിടെ എല്ലാവരും കാറോ ഹൈ സെക്യൂരിറ്റി ഉള്ള കാറിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു ജനവിഭാഗമല്ല നമ്മൾക്ക് ചുറ്റുമുള്ളത്. ഇത്തരത്തിലുള്ള ആളുകൾ ജോലിക്ക് പോകേണ്ടതായി വരും, അവിടുന്ന് തിരിച്ചു വരേണ്ടതായി വരും. നിങ്ങൾ അപകടകരമായ രീതിയിൽ അമിത വേഗതയിൽ ഉള്ള ബൈക്ക് യാത്രകൾ ഒഴിവാക്കുക. ഇത് നിങ്ങൾ ഈ മഴ സമയത്തൊക്കെ ബൈക്കിൽ നിന്ന് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളുടെ അശ്രദ്ധ മൂലം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കരുത്. പിന്നെ ഇത്തരത്തിൽ മഴ കൂടുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ മസ്റ്റായിട്ടോ വാർത്തകൾ കാണാൻ ശ്രമിക്കുക. ഈ വാർത്തകൾ കാണുക എന്ന് പറഞ്ഞാൽ വാർത്തകളെ സമ്പൂർണ്ണമായും വിശ്വസിക്കുക എന്നൊരർത്ഥം അതിലില്ല. വാർത്തകൾ ഇപ്പോൾ ഈ ചാനലിൽ നിങ്ങൾ വീഡിയോ കാണുന്നത് എൻ്റെ വ്യൂ പോയിൻറ്റ്സ് ആണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളോട് എതിർപ്പുണ്ടാവും. നിങ്ങളിടുന്ന കമൻ്റാണ് നിങ്ങളുടെ വ്യൂ പോയിൻ്റ്. ഇതേപോലെ ആ വാർത്ത വായിക്കുന്നവളുടെയും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നവരുടെയും വ്യൂ പോയിൻ്റാണ് അവർ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് ആ വാർത്ത 100% സത്യമാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതിനകത്ത് ഫേക്ക് ഉണ്ടാവും. അവരൊരു പൊടിക്ക് പല കാര്യങ്ങളും ചേർത്തിട്ടായിരിക്കും പറയുന്നത്. പക്ഷെ ഞാൻ വാർത്ത കാണാൻ പറഞ്ഞതിൻ്റെ പിന്നിലെ ഉദ്ദേശം ദുരന്ത നിവാരണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ന്യൂസുകൾ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ കാലാവസ്ഥ, ഇപ്പോൾ ഓറഞ്ച് അലേർട്ട്, അല്ലെങ്കിൽ ഇന്നടത്ത് അപകട സാധ്യത, ഇന്നടത്ത് മഴ ഉണ്ടാവും, ഇങ്ങനെയുള്ള ന്യൂസുകൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാൻ ഉള്ള പ്ലാനുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. നിങ്ങൾക്കൊന്ന് പ്രിപ്പയർഡ് ആകാൻ സാധിക്കും. അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ വാർത്തകൾ കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മളെല്ലാവരും ഫുൾ ടൈം നമ്മളുടെ മൊബൈൽ കൈക്കൊണ്ട് നടക്കാറുണ്ട്. എന്നാൽ ഈ മൊബൈലുകളിൽ എത്ര പേര് മിനിമം 100 എന്ന് പറയുന്ന പോലീസിൻ്റെ കൺട്രോൾ റൂം നമ്പർ സേവ് ചെയ്തിട്ടുണ്ടാവും? ഒത്തിരി പേരുടെ ഫോണിൽ ഇത് ഇൻബിൽട്ടായിട്ട് സേവ് ആയിട്ടായിരിക്കും വരുന്നത്. എന്നാലും നമ്മൾ എത്ര പേർ, ആംബുലൻസിൻ്റെ നമ്പർ എത്ര പേര് സേവ് ചെയ്തിട്ടുണ്ടാവും? 108 നമ്മൾക്കെല്ലാം അറിയാം. എന്നിരുന്നാലും നിങ്ങളിൽ എത്ര പേർക്ക് ഡിസാസ്റ്റർ ആ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ അറിയാം? നിങ്ങളിൽ എത്ര പേർക്ക് ഇതുപോലെ പല ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്? വുമൺസ് ഹെൽപ്പ് ലൈൻ നമ്പർ ആർക്കൊക്കെ അറിയാം? ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ആർക്കൊക്കെ അറിയാം? ഇത്തരത്തിലുള്ള നമ്പറുകളെല്ലാം നിങ്ങളുടെ മൊബൈലിൽ ഫീഡ് ചെയ്യുക. ഇത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇത് ഉപകാരപ്പെടും. ആ ഒരു ചിന്താഗതിയോട് തന്നെ ഈ നമ്പറുകളെല്ലാം നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങളുമായിട്ടുള്ള നമ്പറുകൾ ഞാൻ ഇവിടെ കൊടുക്കാം. അല്ലാതെ ബാക്കി ചൈൽഡ് വെൽഫെയർ നമ്പരും മറ്റ് നമ്പറുകളെല്ലാം നിങ്ങൾ സേവ് ചെയ്തിടുക. എന്നെങ്കിലും ഒരു കാലത്ത് നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങൾ മുഖാന്തരം മറ്റൊരാൾക്ക് അതൊരു സഹായമായി മാറും. ദയവ് ചെയ്ത് ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഗോസിപ്പുകൾ അല്ലെങ്കിൽ റൂമേഴ്സ് പരത്താതിരിക്കുക. നിങ്ങൾക്കൊരു വാർത്തയെക്കുറിച്ച് ശരിയായ ഗ്രാഹ്യമുണ്ട്, നിങ്ങൾക്കത് കൃത്യമായി അറിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെയോ നിങ്ങൾക്കറിയാവുന്നവരോടോ പറയുക. നിങ്ങൾക്കിതിനെക്കുറിച്ചൊരു പൂർണ്ണ ഗ്രാഹ്യമില്ല, മറ്റൊരാൾ പറഞ്ഞു കേട്ട അറിവിൻ്റെ വെളിച്ചത്തിലാണെങ്കിൽ ദയവ് ചെയ്ത്
സംസാരിക്കാതിരിക്കുക. അതാണ് ഏറ്റവും മികച്ച മാർഗ്ഗം. നിങ്ങൾ മറ്റൊരാൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും അത്. മറ്റൊരാളെ ആവശ്യമില്ലാതെ പാനിക്കാക്കാതിരിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന വാർത്തയുടെ ജെനുവിനിറ്റി നിങ്ങൾക്കറിയില്ലെങ്കിൽ ദയവ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് അത് പാസ് ചെയ്യാതിരിക്കുക. നമ്മൾ സ്ഥിരം കാണുന്ന റോഡുകളിൽ കാണുന്നൊരു കാഴ്ചയാണ് ആംബുലൻസുകൾ അതിവേഗത്തിൽ പല ജീവനും രക്ഷിക്കാനോ ജീവനുകളെ എടുക്കാനോ ഹോസ്പിറ്റലിൽ എത്തിക്കാനോ പോകുമ്പോൾ അതിൻ്റെ മുൻപിലും പിൻപിലുമായിട്ട് പല വണ്ടികൾ. ഈ ആംബുലൻസ് പോകുമ്പോഴത്തേനും എല്ലാ വണ്ടികളും ഗ്യാപ്പ് തരും. ആ ഗ്യാപ്പിലൂടെ എൻ്റെ വണ്ടിക്കും പോകാം എന്ന ഒരു ചിന്തയിൽ വളരെ സ്പീഡിൽ ആംബുലൻസിനെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ആംബുലൻസിന് സൈഡ് കൊടുക്കാതെ മുമ്പിൽ പോവുകയോ ചെയ്യുന്നത് കാണാം. നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനൊരു കാര്യം ചെയ്യരുത്. ആംബുലൻസ് പൊക്കോട്ടെ, ഫയർഫോഴ്സ് പൊക്കോട്ടെ, പോലീസ് പൊക്കോട്ടെ, അവർ സൈറൻ ഇട്ട് പോകുന്നത് അതിന് പിന്നിൽ മറ്റൊരാളെ സഹായിക്കാനുള്ള ലക്ഷ്യമായിട്ടാണ് അവർ പോകുന്നത്. ദയവ് ചെയ്ത് ആ ഒരു ജീവനെ രക്ഷിക്കാൻ നിങ്ങളൊരു തടസ്സമായി നിൽക്കരുത്. മാത്രമല്ല അതിൻ്റെ പുറകെ പോയി നിങ്ങൾ അപകടം വിളിച്ച് വരുത്തരുത്. ആംബുലൻസിനും മറ്റ് രക്ഷാപ്രവർത്തകർക്കും അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള വഴിയൊരുക്കി കൊടുക്കുക. നിങ്ങളതിനൊരു തടസ്സമാകരുത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലല്ല ഒരു സാഹചര്യത്തിലും. ഇനി നമുക്ക് ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ കാലഘട്ടത്തിലെ ആളുകളിലേക്ക് വരാം. ഒരു പ്രശ്നമുണ്ടായി, നല്ലതോ ചീത്തയോ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റുമുണ്ടായി. ആദ്യം ചെയ്യുന്ന എന്താ? നമ്മൾ സെൽഫി എടുക്കുക. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ, ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നടക്കുമ്പോൾ പ്രധാനമായും നിങ്ങൾ അവിടേക്ക് പോയി സെൽഫി എടുക്കുക, വീഡിയോ എടുക്കുക. ഇത്തരം കാര്യങ്ങൾ വളരെ റിസ്ക്കി ആയിട്ടുള്ള വേയിൽ ചെയ്യാതിരിക്കുക. റിസ്ക്കി ആണെങ്കിലും അല്ലെങ്കിലും ചെയ്യാതിരിക്കുക. നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ സ്ഥലത്തു നിന്നും മാറാനാണ് ശ്രമിക്കേണ്ടത്. അവിടെ നിന്ന് നിങ്ങളും ഒരു അപകടത്തിലേക്ക് പോകരുത്. ഇന്ന് എല്ലാവരും ഫോണിൽ വളരെ അഡിക്റ്റാണ്. അതിനെ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല, അത് അവരവരുടെ കാര്യമാണ്, ഞാൻ എത്ര നേരം മൊബൈൽ ഉപയോഗിക്കണം എന്നുള്ളത്. എന്നാൽ മറ്റുള്ളവർക്കോ നിങ്ങൾക്കോ പ്രശ്നമാകുന്ന ഒരു സിറ്റുവേഷനിൽ ഇതിൻ്റെ ഉപയോഗം നിങ്ങൾ കുറയ്ക്കണം. ഈ ന്യൂസുകളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, പലരും രക്ഷാപ്രവർത്തനങ്ങളുമായിട്ട് നടക്കുമ്പോഴത്തേനും പലരും ഫോണും പിടിച്ചുകൊണ്ട് നടക്കണം. മേ ബി റിപ്പോർട്ടേഴ്സ് ആയിരിക്കാം, നമുക്കറിയില്ല, അറിയാൻ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. അപ്പോൾ നിങ്ങളും ഞാനും, നമ്മൾ സാധാരണക്കാർ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും അവിടെ നിന്ന് സെൽഫി എടുക്കുക, ആ കാര്യം നമ്മളുടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് ആ ഒരു സമയത്ത് പ്രമുഖനാകാൻ നോക്കുന്ന ഒരു നടപടിയിൽ നിന്നും നിങ്ങൾ ദയവ് ചെയ്ത് പിന്മാറണം. നിങ്ങൾക്കതിനുള്ള അവസരം വരും. ആ സമയം നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക. പിന്നെ പ്രധാനമായും സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന, അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന റിയാക്ടേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ വായിൽ നിന്നും ഇറക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനൊരു സാഹചര്യത്തിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ മനസ്സ് എങ്ങനെ നോക്കും എന്ന് നമ്മൾക്കറിയില്ല. ഇപ്പോൾ അർജുൻ്റെ കേസിലായാലും ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല കാര്യത്തിൽ. അർജുൻ്റെ കാര്യത്തിലായാലും പലരും വളരെ മോശമായി കർണാടക ഗവൺമെൻറ്റിൻ്റെയും ഈ നമ്മുടെ ഇവിടെ നിന്നുള്ള രക്ഷാപ്രവർത്തകരെയും ഒക്കെ സംസാരിക്കുന്നത് കേട്ടു. നിങ്ങൾക്കറിയുമോ യഥാർത്ഥത്തിൽ അവരുടെ എഫേർട്ട് എന്താണെന്നുള്ളത്? ആ ഒരു രക്ഷാപ്രവർത്തനത്തിന് നിങ്ങൾ ഗുഡ് ക്രിറ്റിസിസം നല്ലതാണ്, അതിനെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഒരാളെ വേദനിപ്പിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ അധികം മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ 24 ന്യൂസിലെ റിപ്പോർട്ടർ ശ്രീകണ്ഠൻ നായർ, അദ്ദേഹം ആ ന്യൂസ് റിപ്പോർട്ട് ചെയ്തപ്പോഴത്തേനും ചെളിയിൽ ഒരു മനുഷ്യൻ കിടക്കുന്നു, ആളുടെ കഴുത്ത് മാത്രമേ ഉള്ളൂ പുറത്തേക്ക് കാണുന്നത്. അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്തത് അറപ്പുളവാക്കുന്ന ദൃശ്യങ്ങളെന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും അബദ്ധവശാൽ വന്നൊരു വാക്കാണ്. അദ്ദേഹം അതിന് ക്ഷമാർപ്പണം നടത്തുകയും ചെയ്തു. ഇതുപോലെയാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളും. ആ മനുഷ്യൻ ജീവന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ, പോരാടുമ്പോൾ, രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ എന്ന പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകളായിരിക്കും നമ്മളുടെ പക്കൽ നിന്ന് വരിക. ഫൺ എലമെൻറ്റ്സ് ഒരുപാട് നമ്മൾക്ക് ചുറ്റുമുണ്ട്. നമ്മൾ പലരെയും റിയാക്ട് ചെയ്യാറുണ്ട്, പലരെയും കളിയാക്കാറുണ്ട്, പലരും കളിയാക്കുന്നത് കണ്ട് നമ്മൾ ആസ്വദിക്കാറുണ്ട്. ആ ഒരു സിറ്റുവേഷൻ കോണ്ടെക്സ്റ്റിൽ അത് കറക്റ്റാണ്. ദയവ് ചെയ്ത് ഈ ഒരു പ്രശ്നത്തെ നിങ്ങളൊരു മോശമായ രീതിയിൽ പലരും ചിത്രീകരിക്കുന്ന കണ്ടു, അങ്ങനെ ചിത്രീകരിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം ഈ ഡിസാസ്റ്റർ നമ്പേഴ്സും
മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾ സേവ് ചെയ്യുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത്തരത്തിലുള്ള പ്രശ്നം നടക്കുമ്പോഴത്തേനും നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്നിവ നിങ്ങൾക്ക് അറിയിക്കാനായിട്ടായിരുന്നു. അല്ലാതെ ആ ഒരു വിപത്തിനെ അതിനുള്ള വിഷമത്തെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമല്ലായിരുന്നു. അപ്പോൾ ഈ നമ്പേഴ്സ് എല്ലാം നിങ്ങൾ സേവ് ചെയ്യുക. ഞാൻ കമൻറ്റ് ബോക്സിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ നമ്പേഴ്സ് എല്ലാം ഞാൻ ടൈപ്പ് ചെയ്തും കൊടുത്തേക്കാം. ഇന്നല്ലെങ്കിൽ നാളെ ഈ നമ്പറുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും, നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിർത്തുന്നു. നന്ദി.